والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരുടെയും പടച്ചവൻ, പരിപാലകൻ, നമ്മുടെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു നമ്മെ പൊതിഞ്ഞിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അല്ലാഹു നമ്മെ പടച്ചു, ഒരു ശരീരം നൽകി ഈ ലോകത്ത് ജീവിക്കാൻ വളരെ വിശാലമായ സൗകര്യങ്ങൾ കനിഞ്ഞു. മറുഭാഗത്ത് നാം എങ്ങനെ ജീവിക്കണം, നമ്മുടെ വിശ്വാസം, കർമ്മം, സ്വഭാവം ഇതെല്ലാം എന്തായിരിക്കണമെന്ന് വിശുദ്ധ വേദങ്ങളിലൂടെയും ആദരണീയ പ്രവാചകന്മാരിലൂടെയും നമുക്ക് വ്യക്തമാക്കി തരികയും വളരെ സ്നേഹത്തോടെ നന്മയിലേക്ക് നമ്മെ ക്ഷണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അല്ലാഹു അനുഗ്രഹങ്ങൾ മാത്രം ചെയ്യുന്നവനല്ല, ആ അനുഗ്രഹങ്ങൾ കണക്ക് പറഞ്ഞ് നാളെ ചോദ്യം ചെയ്യുന്നവൻ കൂടിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു ആവർത്തിച്ച് അറിയിച്ചിരിക്കുന്നു. والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون. والوزن വാചകങ്ങളും കർമ്മങ്ങളും തൂക്കുക എന്നത് യൗമഇദിൻ അന്നേ ദിവസം അൽ ഹഖ് തീർച്ചയായും സത്യമായ കാര്യമാണ്. ഫമൻ ഥഖുലത് മവാസീനുഹു അപ്പോൾ ആരുടെ നന്മയുടെ തട്ടാണോ ഭാരം വെച്ചത് ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ അത്തരം ആളുകൾ യഥാർത്ഥ വിജയികളാകുന്നു. വമൻ ഖഫ്ഫത് മവാസീനുഹു ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരം കുറഞ്ഞു പോയത്
فأولئك الذين خسروا أنفسهم അവർ സ്വയം നഷ്ടത്തിൽ അകപ്പെടുത്തിയവരാണ്. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോടവർ അക്രമം കാണിച്ച കാരണത്താൽ. വലഖദ് മക്കന്നാകും നാം നിങ്ങളെ താമസിപ്പിച്ചു ഫിൽ അർദി ഭൂമിയിൽ. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് നാം നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിത സൗകര്യങ്ങൾ തരപ്പെടുത്തി തന്നു. ഖലീലം മാ തശ്കുറൂൻ നിങ്ങൾ അല്പം മാത്രമാണ് നന്ദി രേഖപ്പെടുത്തുന്നത്. അല്ലാഹു ആദ്യം നാളെ പരലോകത്തിലെ അതീവ ഗൗരവമായ ചിത്രം വരച്ചു കാട്ടുന്നു. വൽ വസ്നു യൗമഇദിനിൽ ഹഖ് നാളെ എല്ലാവരും മരണപ്പെട്ട് എഴുന്നേൽപ്പിക്കപ്പെട്ടതിന് ശേഷം മുഴുവൻ ആളുകളെയും മഹ്ശർ വൻസഭ എന്ന് പറയുന്ന ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുന്നതാണ്. അവിടെ ഒരു ത്രാസ് കൊണ്ടുവരപ്പെടുന്നതാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കർമ്മങ്ങളും വാചകങ്ങളും തൂക്കപ്പെടുന്നതാണ്. ഒരു വിശ്വാസം ഇത് പടച്ചവനുമായി ബന്ധപ്പെട്ട ഒരു സ്വകാര്യവും രഹസ്യവുമാണ്. അത് പടച്ചവൻ നേർക്ക് നേരെ അളക്കുന്നതാണ്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ് പിന്നെ വാചകങ്ങളും പ്രവർത്തനങ്ങളും അത് തൂക്കുമെന്ന കാര്യം തീർത്തും സത്യമാണ്. ആ തൂക്കുന്നത് തീർത്തും നീതിയുക്തവുമായിരിക്കും. ആരോടും അക്രമം ചെയ്യപ്പെടുന്നതല്ല, ഇല്ലാത്ത പാപങ്ങൾ ആരുടെയും മേൽ ചുമത്തപ്പെടുന്നതല്ല, ചെയ്ത ഒരു നന്മയെയും നിരാകരിക്കപ്പെടുന്നതുമല്ല. فمن ثقلت موازينه فأولئك هم المفلحون അപ്പോൾ ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരം വെച്ചത് അവരാണ് യഥാർത്ഥ വിജയികൾ. ആ നന്മയുടെ തട്ടിന് ഭാരമുണ്ടാകുന്നത് ഒന്ന് അവന്റെ വിശ്വാസം നന്നാക്കണം, രണ്ട് ആ വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങളും നല്ല വാചകങ്ങളും അവൻ അധികരിപ്പിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മതിന്മകളിൽ മനുഷ്യനുണ്ടാകുന്ന പരിണിത ഫലങ്ങളെ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ അളവ് തൂക്കങ്ങളുടെ ഗൗരവത്തെപ്പറ്റിയും അറിയിക്കുകയുണ്ടായി. ഖുർആനിന്റെ വേറൊരു ഭാഗത്ത് പറയുന്നു, وَنَضَعُ الْمَوَازِينَ الْقِسْطَ لِيَوْمِ الْقِيَامَةِ ഖിയാമത്ത് നാളിൽ നാം നീതിയുടെ ത്രാസിനെ സ്ഥാപിക്കുന്നതാണ്. فَلَا تُظْلَمُ نَفْسٌ شَيْئًا ആരോടും അക്രമം ചെയ്യപ്പെടുന്നതല്ല. وَإِنْ كَانَ مِثْقَالَ حَبَّةٍ مِّنْ خَرْدَلٍ أَتَيْنَا بِهَا ഒരു മനുഷ്യന്റെ പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും അതിനെയും നാം കൊണ്ടുവരും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നു. അദ്ദേഹം വലിയ ദുഃഖിതനായിരുന്നു. കാരണം അതിനു മുമ്പ് പ്രവാചകൻ നന്മതിന്മകൾ തൂക്കപ്പെടുന്നതിനെ പറ്റിയും അതിന്റെ ഗൗരവത്തെക്കുറിച്ചും ഉണർത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതനെ, എനിക്ക് കുറെ വേലക്കാരുണ്ട്, ജോലിക്കാരുണ്ട്. എന്നോട് ധാരാളം കളവുകളും നുണകളും പറയും, കള്ളത്തരങ്ങളും വെട്ടിപ്പുകളും നടത്തുകയും ചെയ്യും. ഞാൻ അവരെ പിടികൂടുന്നുമുണ്ട്. എന്നിട്ട് ഞാൻ അവരെ ശിക്ഷിക്കുകയും ചെയ്യും. അവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കാണ് ഞാൻ അവരെ ശിക്ഷിക്കുന്നത്. എന്താ, നാളെ എന്നെയും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യപ്പെടുമോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദത പാലിച്ചു.
ഉടനെ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തുമായി ഇറങ്ങി. ഈ ആയത്ത് ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നാളെ ആഖിറത്തിൽ പടച്ചവൻ നിന്നെയും നിന്നോട് വഞ്ചനയും ചതിവും കളവും കാണിച്ചതായ നിന്റെ വേലക്കാരെയും കൊണ്ടുവരും. ഒരു ത്രാസിൽ അവർ കാണിച്ച മുഴുവൻ കള്ളത്തരങ്ങളെയും മോശത്തരങ്ങളെയും എടുത്തു വെക്കും. ത്രാസിന്റെ മറ്റേ തട്ടിൽ നീ അവരെ അടിച്ചതും ഇടിച്ചതും തൊഴിച്ചതും ശിക്ഷിച്ചതും അസഭ്യം പറഞ്ഞതും അതും എടുത്തു വെക്കും. സഹോദരങ്ങളെ, അടിമകളുമായി ബന്ധപ്പെട്ട കാര്യം ഇതാണെങ്കിൽ ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, അയൽവാസികളോട് നമ്മൾ പരസ്പരം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന വിഷയങ്ങൾ എത്ര ഗൗരവമുള്ളതായിരിക്കും. രണ്ടിനെയും അല്ലാഹു എടുത്ത് തൂക്കും. അവരുടെ കുഴപ്പങ്ങളാണ് വലുതെങ്കിൽ അവർക്ക് ശിക്ഷ നൽകപ്പെടും, അതിന് പകരം നിനക്ക് പ്രതിഫലവും നൽകപ്പെടും. ഇനി നിന്റെ പീഡനമാണ് കടുപ്പമെങ്കിൽ അവർക്ക് കൂലി നൽകപ്പെടും, നിനക്കതിന് ശിക്ഷയും നൽകപ്പെടും. വിചാരണ നടത്താൻ നാം തന്നെ മതി, പിന്നീട് രേഖയ്ക്ക് വേണ്ടിയും ഉറപ്പിന് വേണ്ടിയും നാം ഇപ്രകാരം ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും അക്രമങ്ങളെ സൂക്ഷിക്കണം, മോശമായ പ്രവർത്തനങ്ങൾ, വാചകങ്ങളെ സൂക്ഷിക്കണം. മറുഭാഗത്ത് നമ്മൾ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഗുണങ്ങളെപ്പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും വലിയ ഗുണം അത് ഈമാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, സത്യവിശ്വാസം 77 ഭാഗങ്ങളാണ്. അതിലേറ്റവും ഉത്തമമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ഏറ്റവും താഴ്ന്നത് വഴിയിൽ നിന്നും ഉപദ്രവകരമായ കാര്യങ്ങൾ ദൂരീകരിക്കലാണ്. ലജ്ജ ഈമാനിന്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരടി 2 വചനങ്ങളുണ്ട്. പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അത് നാളെ ഖിയാമത്തിൽ ത്രാസിൽ വലിയ ഭാരം നൽകുന്നതുമാണ്. റഹ്മാനായ റബ്ബിന് വളരെ പ്രിയങ്കരവുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്ന വചനമാണ്. രണ്ടാമതായി ത്രാസിൽ ഭാരമുണ്ടാക്കുന്നത് സൽസ്വഭാവത്തിനാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഇന്ന അസ്ഖല മാ തൂദഉ ഫീ മീസാനിൽ മുഅ്മിനി അൽ ഖുലുഖുൽ ഹസൻ. ഒരു സത്യവിശ്വാസിയുടെ നന്മയുടെ തട്ടിന് ഏറ്റവും ഭാരം നൽകുന്നത് സൽസ്വഭാവത്തിനായിരിക്കും. അതുകൊണ്ട് നാം വാചകങ്ങളും കർമ്മങ്ങളും നന്നാക്കുക, നമ്മളുടെ ജീവനത്തെ പരിശുദ്ധമാക്കാൻ പരിശ്രമിക്കുക. തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമാണ്, അതിനെ തിരുത്താനും ജീവിതയാത്ര നന്നാക്കാനും ശ്രദ്ധിക്കുക. അല്ലാഹു അറിയിക്കുന്നു, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം നന്മകളും തിന്മകളും തൂക്കപ്പെടുക എന്നത് തീർത്ത സത്യമായ കാര്യമാണ്. ഫമൻ തഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പോൾ ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരം വെക്കുന്നത് അവൻ യഥാർത്ഥ വിജയിയാണ്. അവന്റെ ജീവിതം സഫലമായി, അവന്റെ ലക്ഷ്യം യാഥാർത്ഥ്യമായി. ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بآياتنا يظلمون. എന്നാൽ ആരുടെ നന്മയുടെ തട്ടിനാണോ ഭാരം കുറഞ്ഞു പോയത് അവൻ അവരോട് തന്നെ വലിയ അക്രമം കാണിച്ച വ്യക്തിയാണ്, സ്വയം അപകടത്തിലേക്ക് ചാടിയ ആളുകളാണ്. കാരണം അവർ പടച്ചവന്റെ വചനങ്ങളോട് വലിയ അക്രമം കാണിച്ചു. അവസാനമായി അല്ലാഹു തആല പറയുന്നു, വലഖദ് മക്കന്നാകും ഫിൽ അർളി വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തന്നു. വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, എന്നിട്ട് ജീവിത സൗകര്യങ്ങളും ഒരുക്കി തന്നു. ധാരാളം ഗോളങ്ങളുണ്ട്, പക്ഷേ ആ ഗോളങ്ങളിൽ മനുഷ്യരുള്ളതും അതുപോലെ മനുഷ്യന് ജീവിത സൗകര്യമുള്ളതും ഈ ഭൂമി ലോകത്താണ്. അല്ലാഹു പറയാ സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഖലീലം മാ തഷ്കുറൂൻ.
നിങ്ങൾ വളരെ കുറച്ച് മാത്രമാണല്ലോ നന്ദി രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അധികമായി നന്മകൾ പ്രവർത്തിക്കുക, നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ധാരാളം നന്മകൾ പ്രവർത്തിക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു കഴിയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് സമാഗതമാകുകയാണ്. ഇന്ത്യയുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലും അതുപോലെ അവസ്ഥകളുടെ അറിയിപ്പുകളിലും തെരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് വലിയൊരു ഗൗരവമായ കാര്യമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇതിൽ കഴിവിന്റെ പരമാവധി ബന്ധപ്പെടാനും നല്ല ആളുകൾക്ക് നമ്മളുടെ അറിവിലും അനുഭവത്തിലും നല്ലവരെന്ന് തോന്നുന്നവർക്ക്, നമ്മൾ മനസ്സിലാകുന്നവർക്ക് വോട്ട് രേഖപ്പെടുത്താനും, പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മൾ വെറും വോട്ട് രേഖപ്പെടുത്തൽ മാത്രമല്ല, അവരോടും അതുപോലെ തോൽക്കുന്നവരോടും ഈ വിഷയത്തിൽ പരിശ്രമിക്കുന്നവരോടും മസ്ജിദുകളുടെയും മദ്രസകളുടെയും പ്രധാന സന്ദേശം നൽകാനും പരിശ്രമിക്കേണ്ടതാണ്. കാരണം സഹോദരങ്ങളെ, എത്ര അധ്വാനമാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിരന്തരം വോട്ടിൽ തോറ്റിരുന്ന ഒരു വ്യക്തിയോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് വോട്ടെടുപ്പിൽ ഇങ്ങനെ പങ്കെടുക്കുന്നത്, നിരന്തരം തോക്കുകയാണല്ലോ. അദ്ദേഹം ഒരു അന്തസ്സാർന്ന മറുപടി പറഞ്ഞു, ഞാൻ വെറും വോട്ടിന് വേണ്ടിയല്ല പരിശ്രമിക്കുന്നത്, എനിക്ക് എന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു. എത്ര പരിശ്രമമാണ് സ്ഥാനാർത്ഥികൾ. നമ്മൾ വീട്ടിൽ തന്നെ 8-10 പ്രാവശ്യമാണ് പാവത്തങ്ങൾ വന്നിരിക്കുന്നത്. അത് വലിയ ജമാഅത്തായിട്ടാണ് അവർ വരുന്നത്, സംഘമായിട്ടാണ് വരുന്നത്. ഇതൊരു അവസരമാണെന്ന് കണ്ടെത്തി നമ്മൾ അവരോട് വിഷയങ്ങൾ പറയണം. എല്ലാവരും വികസനത്തിന്റെ മുദ്രാവാക്യം മുഴക്കുകയാണ്. വികസന തുടർച്ചയ്ക്കൊരു വോട്ട്, വിവേചനമില്ലാത്ത വികസനത്തിന് ഒരു വോട്ട്, ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം. എത്ര മനോഹരമായ മുദ്രാവാക്യങ്ങളാണ്. നമ്മൾ അവരോട് പറയണം, വികസനം വളരെ നല്ലതാണ്. റോഡുകളും പാലങ്ങളും പാളങ്ങളും വണ്ടികളും വാഹനങ്ങളും എല്ലാം വരുന്നത് നല്ലതാണ്. പക്ഷെ അതിലെല്ലാം ഉപരിയായി ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും മനസ്സ് നന്നാകേണ്ടതായിട്ടുണ്ട്. സാഹോദര്യത്തോടുകൂടി ജീവിക്കേണ്ടതായിട്ടുണ്ട്. ഓരോരുത്തരും ഇവിടെ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ, സഹകരണങ്ങൾ ആവശ്യമാണ്. ഒരു ഭരണകൂടം രാജ്യത്തിന് ആവശ്യമായതുപോലെ ഭരണകൂടത്തിന് ഭരണീയരും ആവശ്യമാണ്. അതുപോലെ എനിക്ക് അയൽവാസികളും എന്റെ കൂട്ടുകുടുംബാദികളും എല്ലാവരും ആവശ്യമാണ് എന്ന് നാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രത്യേകിച്ചും ഓരോ മനുഷ്യന്റെയും ജീവനും അഭിമാനത്തിനും സ്വത്തിനും ആദരവ് കൽപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം രാജ്യത്തുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈ പറഞ്ഞതുപോലെ അവരോട് പറയണം. പിന്നെ നമ്മളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. സാധാരണ സ്ത്രീകൾ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാറില്ല. അവരെ നമ്മൾ പങ്കെടുപ്പിക്കണം. അതിന് സാക്ഷ്യമാണെന്ന് മനസ്സിലാക്കി നമ്മളതിന് വളരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കണം. അതുപോലെ പിന്നീട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നിരന്തരം. പിന്നെ ആരാണോ ജയിക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവരുടെ മനസ്സുകളും ആകെ അകന്നിരിക്കുകയാണ്. കാരണം ഇല്ലാത്ത നന്മകളും ഇല്ലാത്ത കുറ്റങ്ങളും പറയുക എന്നതാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അത് കാരണമായി മനസ്സകന്നിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മനസ്സിന്റെ അകൽച്ചകൾ മാറ്റാനും പരസ്പരം അടുപ്പിക്കാനും പരിശ്രമിക്കണം. രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയാണ് ചാകുന്നത് വരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചത്തു കഴിഞ്ഞാലോ അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാനായിട്ട് വാഴ്ത്തുകയും ചെയ്യും. അത് ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി നമ്മൾ പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അവസ്ഥാവിശേഷത്തിന് നമ്മൾ ശ്രദ്ധിക്കണം. സഹകരിച്ച് കഴിയാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നോട് ഈ രീതിയിൽ വരുന്ന മുഴുവൻ ആൾക്കാരോടും പറയുകയുണ്ടായി, അവിടെ സ്ത്രീകളാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നിൽക്കുന്നത്, മോളെ എന്ന് വിളിച്ച് എല്ലാവരും മോളെ എന്നാണ് വിളിച്ചത്. മോളെ, ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് വരെയും നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിന് പടച്ചവൻ ജയിപ്പിക്കുമാറാകട്ടെ. ജയിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാരണവശാൽ തോറ്റു കഴിഞ്ഞാൽ എന്റെ വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ഈ നാടിന്റെ പ്രതിനിധിയാണ്, ജനപ്രതിനിധിയാണ്. നിങ്ങൾ ഏതെങ്കിലും ആ കക്ഷിയുടെ ഈ കക്ഷിയുടെ പ്രതിനിധിയല്ല. ഈ വീടും ഈ മസ്ജിദും മദ്രസയും ഈ പരിസരം മുഴുവനും നോക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും ശരി, ജയിച്ചാൽ കൂടുതൽ ഉത്തരവാദിത്തം, ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ഉത്തരവാദിയാണ്. കാരണം നിങ്ങൾക്ക് ആളുകൾ വോട്ട് തന്നിരിക്കുന്നു, അത്രപേര് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സന്നദ്ധമാകണം.
അവരിൽ പലരും കണ്ണു നിറയുകയുണ്ടായി. അവരോട് രാജ്യത്തിലെ അവസ്ഥകൾ പറഞ്ഞപ്പോൾ അവർ ആവേശത്തോട് സ്വീകരിച്ച് നമ്മൾ അതുകൊണ്ട് നമുക്ക് അറിയില്ല, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളാണെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. പറയേണ്ട കാര്യങ്ങൾ വളരെ വിനയത്തിലും സ്നേഹത്തിലും, ആരോടും കോപിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, വീട്ടിൽ വരുന്ന ആരോടും നമ്മൾ ഒരു നിന്ദ്യമായ സമീപനം സ്വീകരിക്കാതെ വളരെ സ്നേഹത്തിലും ആദരവിലും പറയണം. മനസ്സുകൾ ഇന്നല്ലെങ്കിൽ നാളെ തുറക്കുന്നതാണ്. പടച്ചവൻ നമ്മുടെ രാജ്യത്ത് നല്ല അവസ്ഥ കൊണ്ടുവരുമാറാകട്ടെ. വികസനങ്ങൾ കൂടുതൽ ധാരാളമായി നടക്കുന്ന സാഹചര്യം വരുത്തുമാറാകട്ടെ. അതിലുപരി ജനങ്ങൾ പരസ്പരം മാനസിക വികാസത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ ജീവിക്കുന്ന ഒരവസ്ഥ അള്ളാഹു വരുത്തുമാറാകട്ടെ. എല്ലാ മസ്ജിദുകളും അമ്പലങ്ങളും അതുപോലെ ചർച്ചുകളും സ്കൂളുകളും വഴികളും റോഡുകളും പൊതുസ്ഥാപനങ്ങളും മാത്രമല്ല എല്ലാവരുടെ വീടുകളും പറമ്പുകളും കടകളും കമ്പോളങ്ങളും സുരക്ഷിതമായി കഴിയുന്ന ഒരു നല്ല അവസ്ഥ പടച്ചവൻ ഈ രാജ്യത്തിന് നൽകുമാറാകട്ടെ. പടച്ചവൻ ഏറ്റവും പ്രയോജനം ആരെയാണോ അവരെ പടച്ചവൻ മുമ്പോട്ട് കൊണ്ടുവരുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങൾ, നാശനഷ്ടങ്ങൾ, ദുർവാശികൾ, അക്രമങ്ങളെ തൊട്ടും അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാ ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.